ഈ ഒരു യാത്ര നല്ലൊരു റീചാർജിങ് ഫീലാണ് ഞങ്ങൾക്ക് തന്നത്. ഇൻഫിനിറ്റി പൂളിൽ നിന്നുള്ള ഈ ഒരു വ്യൂ പറയാതെ വയ്യ. യാത്രകൾ ഇഷ്ടപ്പെടാത്തതായി ആരും തന്നെ ഉണ്ടാവില്ല. വയനാട്ടിലേക്ക് പല പ്രാവശ്യം ഇതിനു മുമ്പ് ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യത്തെ ഈ ട്രിപ്പും ഈ റിസോർട്ടിലുള്ള സ്റ്റേയും എന്നും ഞങ്ങൾക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാനാണ് ഇഷ്ടം. ഇവിടെ വെച്ച് നമ്മൾ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിനെയും മീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ മൊമെൻറ്റ്സ് എല്ലാം ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ താമരശ്ശേരി ചുരവും ഹെയർ പിൻ കേഴ്സും ഒക്കെ കഴിഞ്ഞിങ്ങനെ വയനാട് ടൗണിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ പഴയൊരു സിനിമയിൽ പപ്പു പറഞ്ഞ ഡയലോഗാണ് ഓർമ്മ വന്നത്. അങ്ങനെ അത്യാവശ്യം വൃത്തിയുള്ള ഒരു ഹോട്ടലിൽ കയറി രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ റിസോർട്ടിലേക്കുള്ള യാത്ര തുടർന്നു. റോഡിൻ്റെ രണ്ട് വശങ്ങളും പച്ച പുതപ്പ് പുതച്ചതുപോലെ നല്ല മനോഹരമായ തേയിലത്തോട്ടങ്ങൾ കാണാമായിരുന്നു. ഈ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ മനസ്സിന് നല്ലൊരു സുഖം തോന്നി. അങ്ങനെ വൈത്തിരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്യുമ്പോഴേക്കും നമുക്ക് നമ്മുടെ റിസോർട്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റി. വളരെയധികം നേച്ചർ ഫ്രണ്ട്ലി ആയ ഒരു റിസോർട്ട്. ചെക്കിനായി ഞങ്ങൾ നേരെ ഡൈനിങ് ഏരിയയിലേക്കാണ് വന്നത്. കാടിനോട് ചേർന്നുള്ള പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ അവർക്ക് കൺസ്ട്രക്ഷനിലും ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ടെന്ന് തോന്നി. മരങ്ങളൊന്നും മുറിക്കാതെ ഭൂപ്രകൃതിക്കും അധികം കോട്ടം വരാത്ത തരത്തിലായിരുന്നു അവരുടെ കൺസ്ട്രക്ഷൻസ് എല്ലാം. ഈ കാണുന്ന ഓലക്കുടിൽ പോലെയുള്ള ബിൽഡിംഗാണ് അവരുടെ റിസപ്ഷൻ. ഒട്ടും തന്നെ ക്രൗഡഡ് അല്ലാത്തത് കൊണ്ട് നമുക്ക് നമ്മുടെ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് ഒരു 2 ദിവസം ചിൽ ഔട്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും പറ്റിയ ഒരു റിസോർട്ടാണിത്. കാടിനോട് ചേർന്ന സ്ഥലവും റിസപ്ഷനും ഡൈനിങ് ഏരിയയൊക്കെ വളരെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് റൂമൊന്നും അത്രയും അൾട്രാ മോഡേൺ ആയിരിക്കില്ല എന്നാണ് ഞങ്ങൾ കരുതിയത്. ഡോർ തുറന്ന് കോട്ടേജിലേക്ക് കയറിയപ്പോൾ ഞങ്ങൾ ആകെ ഞെട്ടി. പ്രൈവറ്റ് പൂൾ വില്ലയായിരുന്നു ഞങ്ങൾ ഓപ്റ്റ് ചെയ്തത്. ഒരു കോട്ടേജിൽ നിന്ന് മറ്റൊരു കോട്ടേജിലേക്ക് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ഓരോ കോട്ടേജിനും അത്യാവശ്യം മരങ്ങളും ചെടികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ പൂൾ വില്ലയ്ക്ക് നല്ല പ്രൈവസിയുമായിരുന്നു ഉണ്ടായിരുന്നത്. റിസപ്ഷനോട് ചേർന്ന് തന്നെ ഒരു ആക്ടിവിറ്റി ഏരിയ ഉണ്ട്. കുട്ടികൾക്ക് മൊബൈലും ടിവിയും ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും എൻ്റർടൈൻമെൻറ്റ്സും എല്ലാം അവരവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കോട്ടേജിന് വെളിയിലിറങ്ങിയാൽ മരങ്ങളാലും ചെടികളാലും ചുറ്റപ്പെട്ട കാടിനോട് ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലം എന്നത് തന്നെയാണ് ഈ റിസോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചീവീടിൻ്റെ ഈ കരച്ചിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ ഏത് സമയവും നമുക്ക് കേൾക്കാം. പ്രോപ്പർട്ടിക്കുള്ളിൽ പല ഭാഗങ്ങളിലും ശ്രീബുദ്ധൻ്റെ പല രൂപത്തിലുള്ള കൽപ്രതിമകളും കരിങ്കൽ ബെഞ്ചുകളും കാണാം. കുട്ടികളെ കോട്ടേജിലാക്കി ഞങ്ങൾ ഈ പ്രോപ്പർട്ടി മുഴുവനും ഒന്ന് കാണാനായി ഇറങ്ങി. ഇത്രയധികം മരങ്ങളും ചെടികളും എല്ലാം ഉണ്ടെങ്കിലും വളരെയധികം ശ്രമപ്പെട്ട് തന്നെയാണ് അവരിത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പൂൾ വില്ലാസ്, ഹണിമൂൺ വില്ലാസ്, ലക്ഷറി വില്ലാസ് അങ്ങനെ പലതരത്തിലുള്ള കോട്ടേജസ് ഇവിടെയുണ്ട്. പ്രോപ്പർട്ടി മുഴുവൻ നടപ്പാതകളിൽ കരിങ്കൽ പതിച്ച് കരിങ്കൽ തൂണുകളിൽ ലൈറ്റും ഘടിപ്പിച്ചിട്ടുണ്ട്. പ്രോപ്പർട്ടി മുഴുവൻ ഒന്ന് കറങ്ങി നടന്ന് കണ്ട് തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് എത്തിയപ്പോഴേക്കും ആമിയും പൊന്നും പൂളിലിരുന്ന് കളി തുടങ്ങി. പൂള് കിട്ടിയാൽ പിന്നെ ആമി മീനിനെ പോലെയാ. അപ്പോഴേക്കും ഞങ്ങളുടെ ഫ്രണ്ട്സ് എത്തി. പിന്നെ ഞങ്ങൾ ചായയും പഴംപൊരിയും ഐസ്ക്രീമും ഒക്കെ കഴിച്ച് കുറേ നേരം വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരുന്നു. ഇവിടെ ഇരുന്ന് നല്ല ചൂട് ചായയൊക്കെ കുടിച്ച് ഈ മലയും കാടും ഒക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഞങ്ങളുടെ ഈ ടീം ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്നതേ അറിയില്ല. അങ്ങനെ വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടി ഒത്തുചേർന്ന് ഞങ്ങൾ അവസാനം ഡിന്നറും കഴിഞ്ഞ് രാത്രി ഒരു 10:30 കൂടിയിട്ടാണ് ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് പിരിഞ്ഞത്. അതിൻ്റെയൊക്കെ പൂർണ്ണ വീഡിയോ എടുക്കാൻ തന്നെ മറന്നുപോയി എന്നതാണ് സത്യം. ഡിന്നർ കഴിഞ്ഞ് നമ്മളെല്ലാവരും നേരെ നമ്മുടെ റൂമിലേക്ക് പോയി. ഏകദേശം 12-1 മണി ആയപ്പോഴേക്കും മാമിയും സാനിയും ഒക്കെ ഉറക്കം തൂങ്ങാൻ തുടങ്ങിയതുകൊണ്ട് അന്നത്തെ പാചകം വഴി ഞങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തി. പറയാൻ വിട്ടുപോയ ഈ റിസോർട്ടിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ ഇൻഫിനിറ്റി പൂൾ തന്നെയാണ്. തലേദിവസത്തെ ഉറക്കക്കുറവൊന്നും തന്നെ കാര്യമാക്കാതെ ആമിയും സാനിയും വേഗം തന്നെ ഇൻഫിനിറ്റി പൂളിലേക്ക് കളിക്കാൻ വന്നു. ഏകദേശം ഒരു 2 മണിക്കൂറോളം ഇവിടെ കളിച്ച് മതിയാക്കിയാണ് അവർ ബ്രേക്ക്ഫാസ്റ്റിന് വന്നത്. ഈ പൂളിൽ കിടന്ന് മലയും കാടുമൊക്കെ കണ്ട് ഇങ്ങനെ രസിച്ചിരിക്കുമ്പോൾ സമയം പോകുന്നതേ അറിയില്ല.
ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെറിയ യാത്രകൾ പോകുന്നത് കുട്ടികളുടെ ആയാലും നമ്മുടെ ആയാലും മാനസികാരോഗ്യത്തിനും സന്തോഷത്തിനുമൊക്കെ വളരെ നല്ലതാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇടയ്ക്കൊക്കെ നമ്മൾ ചെയ്യുന്ന ഇങ്ങനത്തെ യാത്രകൾ ഫാമിലി മെമ്പേഴ്സ് തമ്മിലുള്ള ബോണ്ടിങ് കൂട്ടാനും സഹായിക്കുമെന്നത് തീർച്ചയാണ്. അങ്ങനെ പൂളിൽ കുറേ നേരം കളിച്ച് ഒന്ന് ഫ്രഷായി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വീണ്ടും ഞങ്ങൾ കുറച്ച് നേരം റൂമിൽ സ്പെൻഡ് ചെയ്തു. ശരിക്കും 2-3 ദിവസം താമസിച്ച് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ വയനാട്ടിൽ ഒത്തിരി ഉണ്ട്. ബാണാസുര ഡാം, കുറുവ ദ്വീപ്, എടയ്ക്കൽ കേവ്, തിരുനെല്ലി ടെമ്പിൾ, അതൊക്കെ ഇതിൽ ചിലത് മാത്രം. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ കറങ്ങാനൊന്നും പുറത്തേക്ക് പോയതേയില്ല. പിന്നെ ഞങ്ങൾ ഈ റിസോർട്ടിലെ തന്നെ ഒരു ഹണിമൂൺ കോട്ടേജ് കാണാനായി പോയി. വളരെ സ്പേഷ്യസ് ആയ എല്ലാവിധ മോഡേൺ അമ്യൂണിറ്റീസോടും കൂടിയ നല്ലൊരു കോട്ടേജ്. പ്രൈവറ്റ് പൂൾ വില്ലയും ജക്കൂസിയും ഈ ഹണിമൂൺ കോട്ടേജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളാണ്. പറഞ്ഞ പോലെ ഈ റിസോർട്ടിൻ്റെ ഭംഗി പറഞ്ഞ് ഞാൻ ഈ റിസോർട്ടിൻ്റെ പേരും സ്ഥലവും പറയാൻ മറന്നുപോയി. ഇത് ചെമ്പരത്തി ബുട്ടീക്ക് റിസോർട്ട്. വയനാട്ടിലെ വടുവഞ്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ബുട്ടീക്ക് റിസോർട്ട് ഉള്ളത്. ഇത്രയും നല്ല മനോഹരമായ റിസോർട്ടിലുള്ള താമസവും നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ കൂടെയുള്ളതും ഞങ്ങൾ പുറത്തേക്ക് കറങ്ങാൻ പോകാതിരിക്കാനുള്ള കാരണങ്ങളായി. ഈ ഒരു ട്രിപ്പ് ഞങ്ങൾക്ക് തന്ന ഉന്മേഷവും സന്തോഷവും ചെറുതല്ല. യാത്രയെ സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് ഓരോ യാത്രയും അടുത്ത യാത്രയ്ക്കുള്ള ഒരു പ്രചോദനമാണ്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നല്ല മുളയരിപ്പായസവും ഉപ്പിലിട്ട നെല്ലിക്കയും കഴിച്ചാണ് ഞങ്ങൾ ഞങ്ങളുടെ വയനാട് യാത്ര അവസാനിപ്പിച്ചത്.